ഹായ് ഹലോ അങ്ങനെ നമ്മൾ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമ കണ്ടിരിക്കുകയാണ്. ആ സിനിമയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ ആ സിനിമ കാണാൻ പോയത് ഏറ്റുമാൻ രുചി സിനിമാസിലാണ്. അപ്പം സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചില സിനിമകളുടെ ട്രെയിലർ കാണിക്കുക. അപ്പോൾ അതുപോലെ ടർബോ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ ഫോണിൽ കണ്ടതിനേക്കാളും കുറച്ചധികം ഒരു ഡോൾബി അറ്റ്മോസിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഒരു ഒരു നമുക്കൊരു കിട്ടുന്ന പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഈ സിനിമയുടെ അവസാനം ഒരു മാർഗ്ഗംകളിയുടെ ഒരു റീമിക്സ് വെർഷനൊക്കെ ഇട്ടിട്ടുണ്ട്. അതപ്പോൾ ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചിരുന്നത്. ആ ഒരു രസത്തിൽ അത് ട്രെയിലർ കാണാൻ വളരെ രസകരമായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഗുരുവായൂർ അമ്പല നടയിലേക്ക് വരാം. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലെ സംവിധായകൻ വിപിൻ ദാസിൻ്റെ അദ്ദേഹത്തിൻ്റെ 4ാമത്തെ ചിത്രമാണ്. അതുകൂടാതെ ജയ 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 എന്നൊരു വമ്പൻ ഹിറ്റിന് ശേഷം അദ്ദേഹം എടുക്കുന്ന മറ്റൊരു സിനിമ, അതും ബേസിൽ ജോസഫിനോടൊപ്പം തന്നെ. അപ്പോൾ ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് കാസ്റ്റുകൾ ഇതിലുണ്ട്. നമുക്ക് നോക്കിയാൽ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് എല്ലാവരും തന്നെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ഒരു കാസ്റ്റുകളാണ് അല്ലെങ്കിൽ അഭിനയിച്ചിട്ടുള്ളത് തന്നെ. പിന്നെ വിപിൻ ദാസിൻ്റെ മെയിൻ ജയ ജയ ജയയില് നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ അതുപോലെ തന്നെ ദർശനയുടെയും അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന 2 പേരും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ പൃഥ്വിരാജുണ്ട്, നിഖില വിമൽ, അനശ്വര രാജൻ, സിജു സണ്ണി, ജ്യോതിഷ് ജ്യോതിർ, സാഫ് ബോയ് അഭിനയിച്ചിട്ടുണ്ട്, ജഗദീഷ് ഉണ്ട്, നമ്മുടെ യോഗി ബാബു, ഒരുപാട് പേരുണ്ട്. പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല, ബൈജു, ഒരുപാട് കാസ്റ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ ഈ സിനിമയെക്കുറിച്ച് നമുക്ക് കിട്ടിക്കാണും. ഒരു കല്യാണം ബേസ് ചെയ്തിട്ട് നമ്മുടെ ബേസിൽ ജോസഫും പൃഥ്വിരാജും അളിയൻ അങ്ങനെ അളിയനാണ് എന്നൊരു ടീമിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെ കല്യാണം അതുമായിട്ട് സംഭവിക്കും, അല്ലെങ്കിൽ അതും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിന്നീട് നടക്കുന്ന രസകരമായ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ സിനിമ. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും ട്രെയിലറിൽ കണ്ട് നമുക്ക് കിട്ടുന്ന ഐഡിയ തന്നെയാണ് ഈ സിനിമയുടെ ഫുൾ കഥയെന്ന് പറയുന്നത്. പക്ഷേ ഇവരെടുത്തു വെച്ചിരിക്കുന്ന രീതി, ഇവർ കുറച്ച് ഫൺ എലമെൻറ്റ്സിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോ എല്ലാവരും തന്നെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പം അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. ഇനി സിനിമയിൽ കുറേ പറയുകയാണെങ്കിൽ, ഇത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വരിക, ചിരിക്കുക, പോവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു ഫുൾ ഓൺ കോമഡി പാക്ഡ് എൻ്റർടൈനറാണ്. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ ഈ പൃഥ്വിരാജും ബേസിലും കൂടെ അവർ സ്ക്രീനിൽ വരുമ്പോഴത്തേക്കിനും ഈ 2 പേരും മത്സരിച്ച് അഭിനയിക്കുകയാണ്. ഈ 2 പേരുടെ സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗംഭീരം, അല്ലെങ്കിൽ അവർ നമ്മളെ എന്താണ് എൻ്റർടൈൻ ചെയ്യിക്കുന്ന 2 പേരും മത്സരിച്ച് അഭിനയിച്ച് ആ ഒരു രസകരമുണ്ടല്ലോ, ആ ഒരു കാര്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഇതിനകത്തൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ടൊരു കഥാപാത്രം വരുന്നുണ്ട്. അത് സിനിമയുടെ അവസാനം നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിലെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ അടയും ചക്കരയും വരിക്കുന്ന അളിയന്മാർ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ബാഹുബലിയും ബല്ലാൽ ദേവനുമായിട്ട് മാറുന്നൊരു കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. എന്താണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കിനും ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ ഒരു കുറച്ച് പേര് കല്യാണം നടത്താൻ നടക്കുന്നു, കുറച്ച് പേര് കല്യാണം പൊളിക്കാൻ നിൽക്കുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നത് ഇത് കല്യാണം നടത്താതിരുന്നവർ പൊളിക്കാൻ നിൽക്കുന്നു. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ രസകരമായിട്ടുണ്ട്. പിന്നെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലെ അശ്വിൻ്റെ ഒരു ഇൻട്രോയിലൊക്കെ അദ്ദേഹം ഗിഫ്റ്റ് കൊടുക്കുന്നൊരു സാധനമുണ്ട്. എന്താ ഈ ഗിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ആ ഗിഫ്റ്റിനുള്ള എന്താണെന്ന് അദ്ദേഹം പറയുമല്ലോ. ആ ഒരു സീക്വൻസൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ യോഗി ബാബു അദ്ദേഹമൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ റോള് വേറെ ആര് ചെയ്താലും പെർഫെക്റ്റ് ആയിരുന്നു. അദ്ദേഹം തന്നെ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വേറെ ആര് ചെയ്താലും അത് ഓക്കെയാണ്. അദ്ദേഹത്തെ ഈ ഒരു വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നൊരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹം വന്നതുകൊണ്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി ആ കഥാപാത്രം. പിന്നെ ഇതിൻ്റെ അവസാനത്തോടൊക്കെ വരുമ്പോൾ സിനിമ അവസാനിക്കുമ്പോഴൊക്കെ ഉള്ള ആ ഒരു പാട്ടുകൾ കാര്യങ്ങൾ അത് നമ്മൾ എടുത്തു പറയണം. ഇതിൽ അത്യാവശ്യം എല്ലാ പാട്ടുകളും നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മ്യൂസിക് തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ മ്യൂസിക് എനിക്ക് അൻഗത്ത് എന്തോ ആണെന്ന് പേര് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പം ഇതിൻ്റെ അവസാനമൊക്കെ ഉള്ള മ്യൂസിക്കിൽ പൃഥ്വിരാജ് വരുമ്പോഴൊക്കെ ഉള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉണ്ട്. ക്ലൈമാക്സിനോടൊക്കെ പൃഥ്വിരാജ് ഇങ്ങനെ സ്ലോ മോയിലൊക്കെ വരുമ്പോൾ ഉള്ളൊരു ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അത് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം സിനിമ ഓവറോൾ നമുക്ക് എന്താണ് പറയാനുള്ളത്, ബേസിൽ ജോസഫ് അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് ഫാമിലി ഓഡിയൻസിനെ കയ്യിലെടുക്കാനുള്ളൊരു സംഭവം അദ്ദേഹം വീണ്ടും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പൃഥ്വിരാജ് ആടുജീവിതം എന്നൊരു ഗംഭീര സിനിമയ്ക്ക് ശേഷം, അല്ലെങ്കിൽ അതുപോലൊരു റോൾ അല്ലെങ്കിൽ ക്യാരക്ടറിന് ശേഷം ഒരു ഫൺ ക്യാരക്ടറിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്ന് വീണ്ടും നമ്മളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ എല്ലാ ക്യാരക്ടേഴ്സും കേട്ടോ, അനശ്വര ആയാലും നിഖില വിമൽ ആയാലും അവരും എല്ലാവരും തന്നെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര്, നമുക്ക് കുറേ പേരുടെ പേരെടുത്ത് നമുക്ക് പറയുന്നില്ല. അവസാനമൊക്കെ വരുമ്പോഴത്തേക്കിനും എല്ലാവരും ഒന്ന് സ്കോർ ചെയ്യുക. അതായത് ജ്യോതിഷ് ജ്യോതിർ, സിജു സണ്ണി, സാഫ് ബോയ്, അതുപോലെ എല്ലാവരും തന്നെ അവസാനം വരുമ്പോൾ എല്ലാവരും സ്കോർ ചെയ്യുക. അങ്ങോട്ട് എല്ലാവർക്കും അഴിഞ്ഞാടാനുള്ളൊരു സ്പേസ് ക്ലൈമാക്സിനോട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ചിലർക്ക് ഈ സെക്കൻഡ് ഹാഫ് എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ്. ഞാൻ അതുപോലെ തന്നെ ഈ സിനിമ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം ബാക്കിയുള്ളവർക്ക് സെക്കൻഡ് ഹാഫ് ചിലർക്ക് ചെറിയ ഒരു ലാഗോ ആയിട്ടൊക്കെ തോന്നുമായിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം ഈ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ട്രെയിലർ കണ്ട് പ്രതീക്ഷിച്ച സാധനം തന്നെ കാണുമ്പോഴത്തേക്കിനുള്ള ഒരു ഒരു മുഷിപ്പ് ചിലർക്ക് ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. ഒരുപാട് ചിരിച്ചു. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഫൺ കോമഡി റൈഡ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അത് എൻജോയ് ചെയ്യുക. ഈ പാട്ടുകളെല്ലാം തന്നെ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി ആ സൗണ്ടിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് മുന്നേ ബൈ.